ഹലോ, കഴിഞ്ഞ സൺഡേയിലെ പോലെ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് കുക്കിംഗ് അല്ല, ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ഒരു ഫുഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പൊതിച്ചോറിൻ്റെ ഇല ഇവിടെയൊന്നും ഇല കിട്ടാൻ വഴിയില്ല. സോ ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണ് ഇല ഓർഡർ ചെയ്തത്. അത് നന്നായിട്ട് ദോശക്കല്ലിലിട്ട് നമ്മൾ ഇല വാട്ടിയെടുക്കുകയെന്ന് പറയും. നിങ്ങളവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അതിനെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതിച്ചോറിൽ എന്തായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു തിങ് എന്ന് പറയുന്നത് ഓംലെറ്റാണ്. അപ്പോൾ നമ്മൾ ഇല വെച്ച് അതിലേക്ക് നല്ല ചോറ് വിളമ്പി, നല്ല ചൂടുള്ള ചോറാണ് വിളമ്പുന്നത്. അപ്പോൾ ചോറ് വിളമ്പിയതിന് ശേഷം ഈ ഒരു പൊതിച്ചോറിൽ എന്തൊക്കെ സ്പെഷ്യലാണ് ഞാൻ വെച്ചിട്ടുള്ളതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പിയതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നല്ല തേങ്ങ മുളകിട്ട ചമ്മന്തിയാണ്. തേങ്ങ വറുത്തരച്ച ചമ്മന്തിയാണ്. നെക്സ്റ്റ് ഞാൻ ഇതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നല്ല ചീര ഉപ്പേരിയാണ്. ഞങ്ങളുടെ അവിടെ ഉപ്പേരി എന്നാണ് പറയാം, നിങ്ങളുടെ അവിടെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ചീര ഉപ്പേരിയാണ്. തേങ്ങയൊക്കെ ചേർത്ത് നല്ല ചീര ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഒരു ചെറിയ ഓംലെറ്റാണ്. ഒരു മുട്ട കൊണ്ട് ഉണ്ടാക്കിയ ഓംലെറ്റാണ്. പിന്നെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ്. പൊട്ടറ്റോ ഫ്രൈ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 2-3 ക്യൂക്കുംബർ കട്ട് ചെയ്തതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ പൊതിച്ചോറാണ്. ശരിക്കും എന്തൊക്കെയാണ് പൊതിച്ചോറിന് വേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചേർത്തൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കിയത്. പിന്നെ മീൻ വറുത്തതില്ലാതെ എന്ത് പൊതിച്ചോറില്ല. അപ്പോൾ എനിക്ക് കിട്ടിയത് അയില മീനാണ്. അയില മീൻ നന്നായിട്ട് മുളക് കുരുമുളകൊക്കെ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്ത അയില മീനിൻ്റെ ഫ്രൈയും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൊതിച്ചോറിൽ ഇത്രയാണുള്ളത്. ഇതിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാർ ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുന്നത് നമുക്ക് കാണാം. എനിക്ക് ന്യൂസ് പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫോയിലിംഗ് പേപ്പർ വെച്ചിട്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പൊതി ഉണ്ടാക്കിയിട്ട് അത് നൂലുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഒരു 1/2 hour to 1 hour വെച്ചതിന് ശേഷം അതെടുത്താലാണ് കറക്റ്റായിട്ട് ആ ഇലയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് നമ്മുടെ ചോറിലോട്ട് ഇറങ്ങി നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കെട്ടിയെടുത്ത് വെച്ചത്. ഇത് നമുക്കൊരു 1 hour കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ സാമ്പാർ അതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. സാമ്പാർ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് 1 hour കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് ആ ഒരു ഇലയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് ഫുഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാണാൻ തന്നെ എന്ത് രസമല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് കഴിച്ച് നോക്കാം നമുക്ക്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് ഒരു ചോറിലേക്ക് മിക്സ് ചെയ്ത് നമ്മുടെ സാമ്പാറോട് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് പൊതിച്ചോറുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു നോസ്റ്റാൾജിക് ഫീലാണല്ലേ.